നമസ്കാരം. ചെറുപുഴ പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്ന വാർത്തകൾ അത്ര ആശാവഹമല്ല. പൊതുവെ കാർഷിക മേഖലയായ ചെറുപുഴയിൽ കാട്ടുപന്നി ശല്യം വളരെ രൂക്ഷമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധയിടങ്ങളിൽ കാട്ടുപന്നി ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടായിരുന്നു. അതിന് പിന്നാലെ ജോസ്ഗിരി തിരുനെറ്റിക്കല്ലിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിട്ട് കൃഷി നശിപ്പിച്ച വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതിനിടയിൽ തന്നെയാണ് ഈ ജനവാസ കേന്ദ്രമായ ചുണ്ടയ്ക്ക് സമീപത്ത് കാര്യങ്കോട് പുഴയുടെ തീരത്ത് അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ കാണുകയും അത് പുലിയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതും ജനങ്ങൾ വലിയ ആശങ്കയിലായതും അതിൻ്റെയൊക്കെ പിന്നാലെ ഇപ്പോൾ ഇന്ന് മറ്റൊരു ആശങ്കപ്പെടുന്ന വാർത്ത കൂടി പുറത്തേക്ക് വരികയാണ്. അത് പുളിങ്ങോം കൂമ്പങ്കുന്നിൽ നിന്നാണ്. അവിടെ കൂമ്പങ്കുന്നിൽ രാജവെമ്പാലയെ കണ്ടു എന്ന വാർത്തയാണ്. കൂമ്പങ്കുന്നിലെ ചക്കനാനിക്കൽ ജോർജിൻ്റെ വീട്ടിലാണ് ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ഈ രാജവെമ്പാലയെ കണ്ടെത്തിയത്. വീടിൻ്റെ പരിസരത്ത് അവർ വേസ്റ്റ് ഇടാൻ വേണ്ടി ജോർജിൻ്റെ ജോർജും ഭാര്യ റോസ്ലിയും പുറത്തേക്ക് ഇറങ്ങി പറമ്പിലേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ വേസ്റ്റ് ഇടുന്ന ഭാഗത്തേക്ക് ശ്രദ്ധിച്ചപ്പോൾ ഒരു പാമ്പിനെ കാണുകയും ആ പാമ്പ് എന്താണെന്നുള്ള ഒരു ചേരപ്പാമ്പാണെന്നൊക്കെയുള്ള കരുതലോടെ അവർ നിൽക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആ പാമ്പ് ഇഴഞ്ഞ് വീടിനകത്തേക്ക് ചാടി കയറി. വീടിനകത്ത് ഒരു മുറിയിൽ കട്ടിലിനടിയിലേക്ക് ആ പാമ്പ് കയറിക്കൂടുകയാണ്. പിന്നീട് ആളുകളെല്ലാം വിളിച്ചു കൂട്ടി നോക്കുമ്പോഴാണ് ഇത് രാജവെമ്പാലയാണെന്ന് മനസ്സിലായത്. അങ്ങനെ വലിയ ആശങ്കപ്പെടുന്ന സംഭവമാണ്. ഇത് ജനവാസ കേന്ദ്രമാണ്, കൃഷിയിടങ്ങളുണ്ട്, ആളുകൾ പറമ്പുകളിലേക്കൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടെ രാജവെമ്പാലയെ കണ്ടു എന്നുള്ളത് ജനങ്ങൾക്ക് വലിയ ആശങ്ക ഉളവാക്കിയ ഒരു വാർത്തയായിരുന്നു. ഏതായാലും ഈ സംഭവം ഇവിടുന്ന് ജനപ്രതിനിധികളും വാർഡ് മെമ്പർ CBM തോമസിൻ്റെ ഒക്കെ അറിയിക്കുകയും വാർഡ് മെമ്പർ രജിത സജിയും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളെയൊക്കെ അറിയിക്കുകയും അവർ ഇടപെട്ട് വനം വകുപ്പിൻ്റെ വിവരം അറിയിച്ചു. വനം വകുപ്പിൻ്റെ റെസ്ക്യൂ വളണ്ടിയർ സ്ഥലത്തെത്തുകയും ഈ പാമ്പിനെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് കണ്ടോട്ടെ. ചൂട് കൂടുന്ന സമയങ്ങളിൽ സാധാരണ നമുക്ക് വീടുകളിലും അതുപോലെ ബൈക്കുകളിലും സ്കൂട്ടികളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ 2-3 കോളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സ്കൂട്ടിയുടെ ഉള്ളിൽ മൂർക്കനും അതുപോലെ ചേര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ട്. പിന്നെ കൂടുതലും രാജവെമ്പാലയെന്ന് പറഞ്ഞാൽ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും കാണുക. അവരതുകൊണ്ടാണ് വീടുകളിലും ബാത്റൂമുകളിലും പിന്നെ മരക്കൊമ്പിലൊക്കെ വലിയ മരങ്ങളിലൊക്കെ കയറി പോകും. പക്ഷേ വലിയ അങ്ങനെ ഉപദ്രവകാരിയല്ല. പെട്ടെന്ന് എന്തെങ്കിലും കയറി ചവിട്ടോ അങ്ങനെ എന്തെങ്കിലും മാത്രമേ അവർ അറ്റാക്ക് ചെയ്യുള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇത്ര സമയം ആ റൂമുകളിൽ കിടന്നിട്ട് വേറെ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല. നമ്മൾ അങ്ങോട്ട് എത്രയാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ അവർ തിരിച്ച് ഈ ഒക്ടോബർ മാസം ഇതിൻ്റെ ഒരു പ്രചരണ കാലമാണ്, ആളുകൾ ശ്രദ്ധിക്കുന്നതൊക്കെ പറഞ്ഞ് വാട്സാപ്പ് സന്ദേശം വരുന്നുണ്ട്, മെസ്സേജ് വന്നിട്ടുണ്ട്. അത് ഇപ്പം ഉടനെ തന്നെ തുടങ്ങാമെന്നുള്ളൂ. ഇനിയിപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് നമ്മളെ മുറ്റത്തോട് ഇറങ്ങുമ്പോൾ ലൈറ്റ് ഇടുക, അതുപോലെ നല്ല ടോർച്ച് എടുത്തിട്ട് ബാത്റൂമിലേക്ക് പോയി എല്ലാം ചുറ്റും ഒന്ന് അടിച്ചു നോക്കണം. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അവർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. പിന്നെ കാടുകളിൽ കയറുമ്പം പുല്ല് പറിക്കാൻ പോകുമ്പോഴും മാക്സിമം ഒരു കമ്പെടുക്കുക, അടിച്ച് ഒന്ന് സൗണ്ട് എല്ലാം ഒന്ന് വൈബ്രേഷൻ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പുല്ലിയാക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരുപാട് കടികൾ കിട്ടി മരണപ്പെട്ട ഒരുപാട് പിന്നെ ഇത് വന്നിട്ടുണ്ട്, ന്യൂസ് വന്നിട്ടുണ്ട്. അതിന് വലിയ ആശങ്കപ്പെടുന്ന സംഭവം തന്നെയാണ്. ഈ വീട്ടിലേക്ക് ജനവാസ കേന്ദ്രമാണ് ഈ കൂമ്പങ്കുന്ന് എന്ന് പറയുന്നത്. കൃഷിയിടങ്ങളുണ്ട്, ആളുകളൊക്കെ ഇറങ്ങുന്ന സ്ഥലത്തേക്ക് ഇതുപോലെ വലിയ ഉഗ്രവിഷമുള്ള പാമ്പുകളെയൊക്കെ കാണുന്നു, രാജവെമ്പാലയെ കാണുന്നുള്ളത് വലിയ ആശങ്കപ്പെടുന്ന സംഭവം തന്നെയാണ്. ആ സംഭവം നേരിൽ കണ്ട ഈ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ പാമ്പ് തൊട്ട് മുമ്പിലുണ്ടായിരുന്ന ആ സമയത്ത് ആ പാമ്പിനെ കണ്ട ചക്കനാനിക്കൽ ജോർജിൻ്റെ ഭാര്യ റോസ്ലി നമ്മൾ സംസാരിച്ചു. വലിയ ആശങ്കപ്പെടുന്ന കാര്യം തന്നെയാണ് അവർ പറയുന്നത്. അതിലൊരു ഇരപ്പ് കേൾക്കുന്നുണ്ട്. ഇരപ്പ് കേട്ടോണ്ട് നോക്കുമ്പോഴത്തേക്ക് പാമ്പ് ഇങ്ങനെ ചീറ്റിക്കൊണ്ട് വരുന്നുണ്ട്. പുള്ളിനെ കണ്ടുകൊണ്ട് ആ പാമ്പ് നേരെ തിരിഞ്ഞ് ഇപ്പുറത്തോട്ട് വരുന്നു. നമ്മളിവിടെ വരയ്ക്കാത്ത TV കണ്ടുകൊണ്ടിരിക്കുക. നമ്മളോട് വിളിച്ചു പറഞ്ഞ് കഥ അടയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച ഏത് കഥയാണെന്ന് അറിയത്തില്ലല്ലോ. നമ്മൾ അടക്കവശത്തെ കഥ അടച്ചു. അടക്കളവശത്തെ കഥ അടച്ച് വെച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് മുൻവശത്ത് പാമ്പ് ഇങ്ങോട്ട് പെരക്കകത്ത് കയറി. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പെരക്കകത്ത് കയറി കട്ടിൻ്റെ കീഴോട്ട് പോയി. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ചേരയാന്ന്. എന്നോട് പറഞ്ഞ് ചേരയാ, പേടിക്കാൻ. പിന്നെ 2-3 പേര് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ചേരയല്ല ഇത് സംഭവം. ഒരു കമ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി നോക്കുമ്പം പത്തി വിടർത്തിയെന്ന് പറഞ്ഞു. അന്നേരം എന്നെ കണ്ടപ്പം പാമ്പ് ചേരയല്ല എന്ന് പറഞ്ഞു.
ചെറുപുഴ പഞ്ചായത്തിലെ ജനങ്ങളെ ആശങ്കയിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ പുലിയുടെ ഇതിന് സമാനമായ അജ്ഞാത ജീവിയുടെ സാന്നിധ്യം, അതുപോലെ തന്നെ കാട്ടാനക്കൂട്ടം, അതുപോലെ കാട്ടുപന്നി ശല്യം, ഇതിനെല്ലാം പിന്നെ ഇത്തരത്തിലുള്ള ഉഗ്രവിഷമുള്ള പാമ്പുകളുടെയും രാജവെമ്പാലയുടെയും ഒക്കെ സാന്നിധ്യം വരുമ്പോൾ അത് മലയോരത്ത് ജനങ്ങളെ കടുത്ത ആശങ്കയിലാക്കുന്നുണ്ട്. വനം വകുപ്പിൻ്റെയൊക്കെ സത്വരമായ ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ജനപ്രതിനിധികളും നാട്ടുകാരുമെല്ലാം ആവശ്യപ്പെടുന്നത്. കൂമ്പൽ നിന്നും ജെയിംസ് ഇലപ്പള്ളി, CC നെറ്റ് ന്യൂസ്.